ഇന്ന് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഇട്ടാ. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ മസാല വാങ്ങിച്ച ചിക്കൻ മസാല ഇല്ലേ പാക്കറ്റ്, ആ മസാല കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പാക്കറ്റിലെ ചിക്കൻ മസാല കൊണ്ട് ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി അവിടെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ സവാള അതൊക്കെ കട്ട് ചെയ്യാൻ പോയാൽ മതി. പിന്നെ സവാള, ഉള്ളി, പച്ചമുളക്, തക്കാളി. സവാള ഒരു 3-4 സവാള മതി. ഇത് 2 കിലോ ചിക്കനാണ്. ഉള്ളി എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള അത്ര അരിയാൻ കഴിയണത്ര അരിഞ്ഞോ. അങ്ങനെ ഉള്ളി ആദ്യം ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ടാൽ അതിട്ട് കൊടുത്ത് നന്നായി വഴണ്ടി വരുമ്പോൾ, ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുക. അത് വേണമെങ്കിൽ 2 ടീസ്പൂൺ ആയാലും ഇടാം. ഇവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ടത്. അതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ ചിക്കൻ മസാലയാണ് 3.5 ടീസ്പൂൺ ഇട്ടത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയുടെ കുറവ് തോന്നി, അത് കാരണം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി നടുവിലിട്ടിട്ട് അത് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇനി മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ചേർക്കുക. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം നമ്മൾ സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ചേർത്താലും മതിയിട്ടാ. ഇത് പാക്കറ്റിലെ മസാല വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി സിമ്മിലിട്ടിട്ട് പിന്നെ വേവിച്ചാൽ മതി. അങ്ങനെ കുറേശ്ശെ ചൂട് തട്ടുമ്പോഴാണ് ഇതിലത്തെ വെള്ളമൊക്കെ വരിക. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു തുറന്നിട്ട്. അടി പിടിക്കണ്ടോയെന്ന് നോക്കിക്കോളാം, നമ്മൾ വെള്ളം ഒഴിക്കണില്ലല്ലോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അതേ വീണ്ടും നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ, ചിക്കനിൽ നിന്ന്. നമ്മൾ സിമ്മിൽ തന്നെ ഇട്ടാൽ മതി, സിമ്മിന് മീഡിയത്തിന് ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടുക, എത്ര ചിക്കൻ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പെരുംജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതുമാണ് ചേർക്കുന്നത്. ഇത് എന്തായാലും ചേർക്കണം കേട്ടോ. നമ്മൾ മറ്റേ മസാല ചേർക്കുന്നുണ്ടെങ്കിലും കൂടി ഇത് ചേർത്താൽ നല്ലതാണ്, കുറച്ചും കൂടി നല്ല മണം വരും. ഇനി ഇങ്ങനെ ചാറ് കുറുകുന്ന വരെ ഇത് വേവിക്കാം. സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചാൽ മതി. പിന്നെ മല്ലിയില വെതറി ഇത് എടുക്കുക. ഇത്രയ്ക്കുള്ളൂ, സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. ഈ മസാലകളൊന്നും എടുക്കാനായിട്ട് അളവറിയാത്തവർക്ക് ഗരം മസാലയുടെ പാക്കറ്റിൽ നിന്ന് ഇതുപോലെ ഉണ്ടാക്കാം.